ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഇതിന് നീ മറുപടി പറയണം. ഭാഗ്യലക്ഷ്മിക്ക് ബോറടിക്കുന്നുണ്ട്. അല്ല, ചൊറിയാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയല്ല ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെ മുന്നേറി ഞാൻ ഇപ്പോഴും ഗോപകുമാർ സാറിനോട് പറഞ്ഞു, എനിക്ക് കയറി ഉന്നതമാവാൻ ഇഷ്ടമാണ്. ഉന്നതനാവാനല്ല, ഉന്നതമാവാൻ പ്രവർത്തനത്തിലൂടെ. അതെനിക്ക് പാഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അതിനോട് മധുവിന് വിയോജിപ്പുണ്ടാവാം, അദ്ദേഹത്തിന്റെ ചില ലാഞ്ചനകളോട് എനിക്കും അതേ വിയോജിപ്പുണ്ടാവും. അതിന് കാരണവും ഉണ്ടാവും, മതിയായ കാരണമുണ്ടാവും. പക്ഷേ പടി കയറാനല്ല വന്നിരിക്കുന്നത്. അടുത്ത പടിക്കെട്ടിൽ എന്ത്? നോ, ദാറ്റ് ഇസ് നോട്ട് മൈ ഇന്റന്റ് ആൻഡ് ദാറ്റ് വിൽ നെവർ ബി മൈ ഇന്റന്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങേയറ്റം മോഹിക്കുന്നത് 365 ദിവസവും ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ ആധികാരികമായി പ്രവർത്തിക്കാൻ സാധിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പൊസിഷൻ ഇസ് ഓൺലി ദി ചെയർമാൻ ഓഫ് ദി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. നെഞ്ചത്ത് കൈവച്ചാൽ പറയും, ഇതിനപ്പുറം എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അത്രയേ ഉള്ളൂ. നിങ്ങളത് പുച്ഛമായി കാണാതെ. നിങ്ങളുടെ ആൾക്കാർ എഴുതുന്നുണ്ട് പുച്ഛം, കാണണോ? എന്റെ ഫോണിലുണ്ട്. മതപരമായിട്ട് പോലും എന്നെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ആരും ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞതിനകത്ത് ഒരു വാക്ക്, ഒരു ജില്ലയുടെ ഉച്ചാരണം ഞാൻ പറഞ്ഞു, എക്സ്പെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ റോങ് ആയിട്ട് ഇദ്ദേഹം ജനങ്ങൾക്ക് ഗുണം പറഞ്ഞു കൊടുക്കും, ഇയാളെ തീർക്കണം എന്ന് വിചാരിച്ചാൽ തീർത്തുകളയോ അത് വെച്ചു. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോഴത്തേക്കും തുടങ്ങി. ഇനി മറിച്ച് അത് ഞാൻ മുഖ്യമന്ത്രി ആവണമെന്നുള്ളത് എന്റെ പാർട്ടി തീരുമാനിക്കും, കേന്ദ്രത്തിലുള്ള എന്റെ നേതാക്കന്മാർ തീരുമാനിക്കും. പിന്നെ അതിനെന്താണ് സ്ക്രിപ്റ്റ് വരുന്നത്? ഇതാണോ ചർച്ച? ഈ ചർച്ചയ്ക്ക് എന്ത് മൂല്യമാണുള്ളത്? ജേർണലിസം very, very unfortunately is happening for misfortunate events and culminations. That is the most pathetic situation, and it is severe in Kerala. Very severe. ഇത് ആരോപണമല്ല, പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡ്. 1962 എത്ര എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ പറയാൻ പാടില്ല. കാരണം ഞാൻ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സഹമന്ത്രി അല്ലെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ്. അന്ന് എത്ര പെട്ടികൾ ഈ പറയുന്ന കിബിത്തു, വെലോങ്, ഞാൻ അതിന്റെ തൊപ്പി എടുത്ത് വെച്ചതാണ് ഇവിടെ കൊണ്ടുവരാൻ. പക്ഷെ ഈ ഡോക്യുമെന്ററി ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ തൊപ്പി പെട്ടിന്നെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടേ ഉള്ളൂ. ആ തൊപ്പി വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ എന്റെ ഫോട്ടോസ് വന്നപ്പോ എന്റെ അടുത്ത് ഒരു 100 പേരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ആ തൊപ്പി വേണം. വെലോങ് വാരിയേഴ്സ് എന്നുള്ള ട്രെയിനാണ് ആ തൊപ്പി. കിബിത്തുവിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. അവിടുന്ന് ആ പെട്ടികൾ മുഴുവൻ ഡൽഹിയിലെത്തിയപ്പോ സ്വീകരിക്കാൻ മഹാനായ ജേർണലിസ്റ്റ്, സത്യസന്ധനായ ജേർണലിസ്റ്റ് ശ്രീ MS മണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിനും കേരളത്തിനും ഇന്ത്യൻ ജേർണലിസത്തിനും അഭിമാനിക്കാനുള്ള മുഹൂർത്തം സൃഷ്ടിച്ചാണ്, ചരിത്ര രചന നടത്തിയാണ് അദ്ദേഹം മൺമറഞ്ഞു പോയിട്ടുള്ളത്. തൃശൂരിലാണ് ആദ്യത്തെ BJP MP ജനിക്കാൻ പോകുന്നത് എന്നൊരു പ്രവചനം 2024 പ്രവചിക്കാൻ അദ്ദേഹം ഉണ്ടായില്ല. 2019 20 അല്ല 2021 അദ്ദേഹം പോയത്. 21
19 ആക്സിഡന്റലാണ് ഞാൻ തൃശ്ശൂര് സ്ഥാനാർത്ഥിയാവുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യവും അസംബ്ലി ആയാലും ലോക്സഭയായാലും എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് എന്റെ നേതാക്കൾ, പ്രധാനമായിട്ടും 2 പേരും അന്നത്തെ ഞങ്ങളുടെ പാർട്ടി ഓർഗനൈസിംഗ് സെക്രട്ടറി രാംലാൽജി, ഇവരുടെ 3 പേരുടെ ചടുലമായ നീക്കവും നിർബന്ധവുമായിരുന്നു ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന്. അതുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷെ 3-ാം തവണ എന്റെ നിശ്ചയമായിരുന്നു, അത് ഞാൻ അമിത്ഷാജി വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൽ എന്നോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് നിർബന്ധം പിടിച്ചെടുത്ത് അന്ന് നിശ്ചയിച്ചതാണ് തൃശ്ശൂർ പിടിച്ചിരിക്കുന്നത്. അതുവരെ ഞാൻ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്നേ പറഞ്ഞുവെങ്കിൽ അന്ന് ഞാൻ തീരുമാനിച്ചു തൃശ്ശൂർ പിടിച്ചിരിക്കുന്നു. അത് ഞാൻ പിടിക്കുന്നതല്ല, ജനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ഒരു സ്ട്രോങ് കൺവിക്ഷൻ എനിക്കുണ്ടായി. പക്ഷെ 2019 ഞാൻ ഓർക്കുന്നു, the most intelligent decision you have made in your whole life is to have chosen Thrissur for your constituency. I told him, Mani sir, it was not my decision. It fell on me. Then it could be blessing. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അമ്പലത്തിലൊക്കെ പോകുന്ന ആളായിരുന്നു അന്നും. It could be your Guruvayurappan's blessing. Could be എന്നേ പറഞ്ഞു. പക്ഷെ ഒപ്പം അദ്ദേഹം പറഞ്ഞു, അത് അന്നല്ല, അതിന് മുമ്പ് എന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്തായിരിക്കണം. അദ്ദേഹം പറഞ്ഞിരുന്നു, I missed your intelligence for having chosen politics for your resort. ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞില്ല കേട്ടോ, കാരണം അതിന്റെ കൂടെ വരുന്ന വാക്ക് ഏതാണെന്ന് അറിയാറില്ലല്ലേ. അത് നിങ്ങൾക്ക് ധാരാളം ഇവിടെയൊക്കെ ഉണ്ട്, അത് ഞാൻ ഒരിക്കലും ആവില്ല. It was never my last resort and will never be. That's an assurance I can give my fellow Malayalis.